നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 682nd day. Today, first sloka of Pradhama Skandam, 6th chapter. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 682ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷി ജന്മകർമ്മജ ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ സത്യവതീ സുത. ഓം തത്സത്. ഏവം നിശമ്യ സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷീർജന്മകർമ്മജ ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത. ഓം തത്സത്. ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേ ജന്മ കർമ്മജ ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസ സത്യവതി സുധ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അർത്ഥം: ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ, ദേവർഷിയുടെ ജന്മകർമ്മജ, ജന്മത്തെയും കർമ്മത്തെയും, ഏവം ഇപ്രകാരം, നിശമ്യ കേട്ടിട്ട്, സത്യവതി സുധ, സത്യവതി പുത്രനാണ് വ്യാസഭഗവാൻ, ഭഗവാനുമായിട്ടുള്ള വ്യാസൻ ഭൂയ പിന്നെയും തം അവനോട് പപ്രച്ഛ എന്ന് പറഞ്ഞാൽ ചോദിച്ചു. അതായത് ഇവിടെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് നാം ഭാഗവതം കേൾക്കുന്നത്. കലിദോഷത്തിൽ നിന്നും മുക്തി നേടുവാൻ എന്താണ് മാർഗം എന്ന് ശൗനകാദികൾ ചോദിക്കുകയും അതിന് മറുപടിയായിട്ട് സൂതൻ പണ്ട് താൻ കേട്ട ശുഗം ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കേട്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് നിങ്ങൾക്ക് മുക്തി നൽകും എന്ന് പറഞ്ഞിട്ട് അതിൽ വ്യാസഭഗവാൻ ഇങ്ങനെയാണ് ശ്രീമദ് മഹാഭാഗവതം രചിക്കാനുണ്ടായത് എന്നുള്ളത് പറയുന്നത്. വ്യാസ മഹർഷിയും ശ്രീ നാരദരും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ നാരദർക്ക് മറ്റു യോഗീന്ദ്രന്മാർ പറഞ്ഞു കൊടുത്ത കഥ ഇങ്ങനെയാണ് കേട്ടുകൊണ്ടിരുന്നത്. നാരദർ പ്രകാരം തൻ്റെ പൂർവ്വകഥ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചപ്പോൾ സത്യവതീസുതനായിട്ടുള്ള ശ്രീ വ്യാസ മഹർഷി അദ്ദേഹത്തോട് വീണ്ടും ഇപ്രകാരം ചോദിച്ചു. തൻ്റെ പൂർവ്വകഥ കുറച്ച് പറഞ്ഞിട്ട് പിന്നീട് ആ ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നാരദർ നിർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ വ്യാസ മഹർഷിക്ക് തൻ്റെ ജിജ്ഞാസ തീർന്നിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്യാസമുനി നാരദരോട് വീണ്ടും ഇപ്രകാരം ചോദിച്ചു എന്ന് സൂതൻ ശൗനകാദികളോട് പറയുന്നത് നാം ഇപ്പോൾ പാരായണം ചെയ്തിട്ടുണ്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷി ജന്മകർമ്മജ ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ കൃത്താൽക്ക് സമർപ്പിക്കുന്നു.
താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്ദിയും ഉണ്ടാകട്ടെ. ഓ